കഴിഞ്ഞ 8.5 പതിറ്റാണ്ടിലേറെക്കാലമായി വടക്കാഞ്ചേരിയുടെ തിരുനെറ്റിക്കൊരു തിലകക്കുറി ചാർത്തിക്കൊണ്ട് വ്യാപാര രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. അവിടെ പലചരക്ക്, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, എല്ലാവിധ ഹോം അപ്ലയൻസസും മികച്ച രീതിയിൽ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഇതുതന്നെ സന്ദർശിക്കൂ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. ജനം ആർക്കൊപ്പം എന്ന തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ അമല നഗറിലാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് നമുക്കറിയണം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആര് വിജയിക്കും, കേരളം ആര് ഭരിക്കും, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും, ഏതൊക്കെ വിഷയങ്ങൾ വോട്ടാകുമെന്നുകൂടി നമുക്കറിയേണ്ടതുണ്ട്. ഇവിടെയുള്ള ജനങ്ങളോട് തന്നെ അത്തരം വിഷയങ്ങൾ നമുക്ക് ചോദിക്കാം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? LDF വിജയിക്കുമോ? ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? തുടർ ഭരണം ഒരു 80% തുടർ ഭരണം തന്നെ ആയിരിക്കും ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ഇല്ല, ഇത്തവണ ആര് വിജയിക്കും? LDF വിജയിക്കോ UDF വിജയിക്കോ? LDF-നാണ്. ഓക്കെ, താങ്ക് യു. ഉല്ലാസ് ബാബു വിജയിക്കണം എന്നാണ് ആഗ്രഹം. കേരളത്തിലെ ഭരണം LDF-നാണോ UDF-നാണോ ഇത്തവണ? ആഗ്രഹം ആർക്കാ? ഒരു തുടർ ഭരണം ഉണ്ടാവരുതെന്നാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു. ഹലോ, LDF ആര് വിജയിക്കും? UDF ആണോ? LDF. നമസ്കാരം. വടക്കാഞ്ചേരിക്കാരാണോ? വടക്കാഞ്ചേരി മണ്ഡലത്തിലുള്ളവരാണോ? അല്ല, എവിടെയുള്ള? തൃശ്ശൂര്. ഇത്തവണ കേരളം ആര് ഭരിക്കും? ആരെങ്കിലും ഭരിക്കട്ടെ. ആരും ഭരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ ഭരിക്കണമല്ലോ, ജനാധിപത്യമാണല്ലോ. ബെറ്റർ ആരാണ്? LDF ആണോ UDF ആണോ BJP ആണോ? LDF. കോൺഗ്രസ് ഭരിക്കും. ഓക്കെ, ചേട്ടൻ്റെ LDF വരും. ഓക്കെ, താങ്ക് യു. ചേട്ടാ, വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? ആണോ UDF ആണോ? LDF വിജയിക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി. ഒരു തുടർ ഭരണം ഉണ്ടാവും ഇത്തവണ? ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട്? അവര് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ? പാവങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യം അവര് പോയാൽ പാവങ്ങൾക്ക് പറ്റില്ല. പട്ടിണിയാവും. സ്വന്തം അച്ഛനും അമ്മയും നോക്കട്ടെ, ഒരുപാട് ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവര് അത് ആശ്രയിച്ചിട്ടുണ്ട്. ഇവര് വന്ന് കൊടുക്കാമെന്ന് പറയും, അതില്ലാണ്ടാക്കാതെ BJP പറയണ്ട. ഓക്കെ, അത്ര മാത്രം നമ്മൾ പറയുന്നത്. താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? അറിയില്ല. ചേട്ടനറിയോ? ഒരു ഐഡിയ ഇല്ല. അല്ല, കേരളം തവണ ആര് ഭരിക്കും? അങ്ങനെയാണെങ്കിൽ 50-50 ചാൻസ് ആണ്. UDF LDF അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണ്ട? വടക്കാഞ്ചേരിയിൽ ആയിരിക്കും ചോദിച്ചാ ഒന്നും അറിയില്ല. പുതുക്കാടാണ്. കേരളത്തിൽ ആര് വിജയിക്കും? എന്താ പറയാ? ഓക്കെ, മനസ്സിലായി. പറയാൻ ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓക്കെ, ശരി. ഇത്തവണ കേരളം ആര് ഭരിക്കും? പിണറായി വിജയൻ. വടക്കാഞ്ചേരിയിലോ? സേവ്യർ ചിറ്റിലപ്പള്ളി. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആരെ ജയിക്കാന്നറിയോ? LDF ആണോ UDF ആണോ? LDF ജയിക്കും. ഒരു തുടർ ഭരണം ഉണ്ടാവുമോ? ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.
ചേട്ടാ നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരി ആര് വിജയിക്കും? സേവ്യർ ചിറ്റലപ്പള്ളി. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? പറയാൻ പറ്റില്ല. കേരളം ആര് ഭരിക്കും? അതും പറയാൻ പറ്റില്ല. ഇത്തവണ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക ഈ ഇലക്ഷന്? വോട്ടായി മാറുക? പലതും ആവാം. എല്ലാ കേസും എന്ന് പറയുമ്പോൾ ശബരിമല വിഷയം ചർച്ചയാവും, വോട്ടാവും, എല്ലാവരും ടൈറ്റ് ആയിരിക്കും മത്സരം. ഓക്കെ, നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഒരുപാട് വോട്ട് ബി ജെ പിക്ക് ഒരുപാട് ആൾക്കാർ യൂത്തും ബി ജെ പിക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അതായത് ചേട്ടൻ പറയണ ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ഷെയർ കൂടും. പക്ഷെ ഇത്തവണ മോദി കേരളത്തിൽ വന്നപ്പോ പാലക്കാടും വന്നു, തൃശ്ശൂരും വന്നു. ശബരിമല വിഷയം ആളൊന്നും പറഞ്ഞില്ല. ശബരിമല വിഷയം ആള് എറണാകുളത്ത് പറഞ്ഞില്ല. തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞില്ല. കാരണം അവരെ ഒരു എ ക്ലാസ് മണ്ഡലാണ് പാലക്കാടും തൃശ്ശൂരും. ശബരിമല വിഷയം എറണാകുളത്ത് വന്നപ്പോൾ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എറണാകുളത്ത് പോയ പറഞ്ഞിട്ടില്ലേ? വിഷയം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിലും അല്ല, എല്ലാ ജില്ലയിലും വരുമ്പോൾ അതിനെ കുറിച്ച് പറയാനൊക്കെ കാര്യമില്ലല്ലോ. പിന്നെ വേറെ കാര്യങ്ങളെല്ലാം സംസാരിക്കണമല്ലോ. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ്. ആള് നല്ല നേതാവാണ്. ഓക്കെ ഓക്കെ, ആളുടെ പിന്നാലെ എല്ലാവരും ഒത്തും ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരി ആര് വിജയിക്കും? ഉല്ലാസ് ബാബു. കഴിഞ്ഞ തവണ 2 ചോക്കളോട് ചേച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഈ കണ്ട കാലൊക്കെ ആയിട്ട് ഇവിടെ കണ്ടു കണ്ടില്ലേ? ഇപ്പോഴാണ് റോഡ് നേരെയാക്കിയത്. അതുവരെ മോശമായിരുന്നു. അതുവരെ ഒരു കാര്യമില്ല. ചോക്കള് മാറ്റം വരട്ടെ. മാറാത്തത് മാറുന്നതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. നമസ്കാരം ചേട്ടാ. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അല്ല, കേരളത്തിൽ ഇത്തവണ ആർക്കായിരിക്കും ഭരണം? ഓക്കെ, താങ്ക് യു. ഇത്തവണ ആര് വിജയിക്കും വടക്കാഞ്ചേരിയിൽ? LDF ഓ UDF ഓ? അതായത് സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കുമോ അതോ PN വൈശാഖ് വിജയിക്കും? LDF ആണ് സംശയം അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരി ആര് വിജയിക്കും? സേവ്യർ. കേരളം ആര് ഭരിക്കും? അത് പറയാൻ പറ്റില്ല. വടക്കാഞ്ചേരി നമുക്ക് പറയാൻ പറ്റൂലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരി ആര് വിജയിക്കും? അറിയില്ല. ആര് വിജയിക്കും? കേരളം ആര് ഭരിക്കും? LDF. ചേച്ചി തുടർ ഭരണം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ആര് വിജയിക്കും? വടക്കാഞ്ചേരി വൈശാഖ് ജയിക്കുള്ളൂ. വൈശാഖ് വിജയിക്കും. കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? UDF നയിക്കുമോ? UDF നയിക്കും ഇത്തവണ, ഉറപ്പാണ്. ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇത്തവണ? അഴിമതി തന്നെയാണ് വിഷയം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? അഭിപ്രായമില്ല. കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? മാറി വരണമെന്നാണ് അഭിപ്രായം. ഒരു മാറ്റം വേണമെന്നാണ് അഭിപ്രായം. ഇത്തവണ എന്തൊക്കെ വിഷയങ്ങളാണ് വോട്ടായി മാറുക, ചർച്ച ചെയ്യുക? അതിനെക്കുറിച്ച് ആനുകൂലികമായിട്ട് അഭിപ്രായം എനിക്കില്ല. ഇല്ല. ഓക്കെ ഓക്കെ. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യറാണ്. കേരളത്തിലെ ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? ഓക്കെ. നമസ്കാരം. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ ഇത്തവണ ആര് വിജയിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? ആരാന്ന് പറയാൻ പറ്റില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിലോ? ടൈറ്റ് മത്സരമാണ്. ടൈറ്റ് മത്സരമാണ്. പറയാൻ പറ്റില്ല. വോട്ട് എണ്ണി കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? വടക്കാഞ്ചേരിയിൽ ആരാ വിജയിക്കുക? ഓക്കെ. നമസ്കാരം.
ചേട്ടാ വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആരോ വിജയിക്കുക? ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. റൈറ്റ് മനസ്സിലാണോ? അല്ല, ഞാനെന്ന് പറഞ്ഞത് എന്താ പറയുക, ഇലക്ഷനായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലാത്ത ഒരാളാണ്. എന്നില്ലേ? അതുകൊണ്ട് ആരാണോ എന്താണോ ഒരു ഐഡിയ അറിയില്ല. വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. നമ്മുടേതായ രീതിയിലുള്ള നമുക്ക് ആശയപരമായിട്ട് ആരാണോ താല്പര്യം അവർക്ക് വോട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. അവർ തോറ്റാലും ജയിച്ചാലും നമുക്ക് പരാതി കുഴപ്പമില്ല, പരാതിയില്ല. വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. സംവിധാനം ഉപയോഗിച്ചിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഏതാ ചാനല്? ഇത് കേരള വിഷന്റെ. കേരള വിഷയ, പറഞ്ഞോളൂ. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ആര് വിജയിക്കും? വിജയിക്കേണ്ടവർ വിജയിക്കണം, തീർച്ചയായിട്ടും. ഒന്നാമത് ഇത്ര നല്ല രീതിയിൽ കേരളത്തിലൊരു ഭരണം ഉണ്ടായില്ല. കേരളത്തിന്റെ പുറത്തു പോയ ജനങ്ങൾ കൃത്യമായിട്ട് കേരളത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കും. അപ്പോൾ ആര് ജയിക്കണം? 10 വർഷം ആയിട്ട് ഭരിക്കുന്ന പിണറായി വിജയന്റെ LDF സർക്കാർ, ആ സർക്കാരിനൊരു തുടർച്ച വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വയനാട് ദുരന്തത്തിൽ ലാഭം കാണുന്ന ഒരു കോൺഗ്രസ് ഉണ്ട് പുറത്ത്. ഭരണത്തിൽ അവർ വരുന്നത് എന്തിനാ? നാട്ടുകാരെ കാക്കാനോ? ഈ ചോദ്യമാണ് ജനങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക. ഞാൻ ചോദിക്കണം ജനങ്ങളെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ജയിക്കേണ്ടത് ഏത് സ്ഥാനാർത്ഥിയാണ്? അപ്പോൾ UDF പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിനോടൊപ്പം അവരും സംഭാവന നൽകി വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പങ്കാളിത്തം വഹിച്ചു എന്നാണ് അവർ പറയുന്നത്, അവകാശപ്പെടുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സത്യസന്ധമായിട്ട് നമ്മൾ കാണുന്നില്ല. വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. സർക്കാർ ജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഫണ്ട് ശേഖരിച്ചത്. അതിനനുസരിച്ച് സർക്കാർ വീട് വെച്ചു കൊടുത്തതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി താക്കോൽ കൈമാറി. ഇവിടെ രാഹുൽ ഗാന്ധി താമസം തുടങ്ങി. അവിടെ താമസം തുടങ്ങേണ്ട വിഷയം അവർക്ക് ഈ മാസത്തെ അടക്കം വാടക കൊടുത്തിട്ടുണ്ട്. അതിന്റെ ദുരിത ബാധിതർ വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു. അതായത് താമസം തുടങ്ങിയില്ല, അവര് താമസിക്കുന്ന വീടുകൾക്ക് വാടക കൊടുക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് താമസം തുടങ്ങിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, ഈ വിഷുവിന് അവർ താമസം തുടങ്ങുന്നും പറയുന്നു. അവിടെ ദുരിതം അനുഭവിച്ച ജനങ്ങൾ എന്താ കൃത്യമായിട്ട് പറഞ്ഞത്? അവരെല്ലാം സംതൃപ്തരാണ്. വീട് അവർക്ക് നറുക്കിട്ട് അവരവരുടെ വീടിന്റെ താക്കോല് കൈമാറ്റം നടന്നു. ഇനി ആ വീട് അപ്പൊ അവർക്കും കൂടി ശ്രദ്ധിക്കാം. 2 ഗുണമുണ്ട്. അവർക്കും കൂടി ശ്രദ്ധിക്കാം. അവരുടെ കയറി താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ചെറിയ പണിയൊക്കെ പറഞ്ഞു ചെയ്യിപ്പിക്കാം. നമ്മൾ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കേണ്ടത്. ഇപ്പൊ സർക്കാർ പിരിച്ച ഫണ്ടിൽ വീട് പണി അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി വീട് പണി അവിടെ നടക്കും. പക്ഷെ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എന്തായി? കോൺഗ്രസ് പിരിച്ച ഫണ്ടിന് ഇന്നൊരു കണക്ക് പുറത്തുവിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഭക്ഷണം കഴിക്കുന്നവരല്ലേ. കോൺഗ്രസ് ചെയ്ത പണി എന്താ ഈ നാടിനോട്? ഈ നാടിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ചോദ്യവും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കോൺഗ്രസിനോട് ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇത്? എന്താ സംശയമില്ല? ദുരിതത്തിൽ 1000 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ മഹാപ്രളയത്തിലാകപ്പെട്ടവർ നമ്മളൊക്കെ. ഞാൻ ഈ നാട്ടിലല്ല, പുറത്തൊക്കെ ജോലിയുള്ള ആളാട്ടോ. പുറത്ത് പോയിട്ടും ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കേരളത്തിന്റെ പ്രത്യേകത കേരളത്തിലുള്ളവർ തിരിച്ചറിഞ്ഞു എന്ന് നാടിനെ ബോധ്യപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത്രയധികം ദുരിതങ്ങൾ നമുക്ക് ഉണ്ടായപ്പോ ലോകരാജ്യങ്ങൾ മുഴുവൻ നമുക്ക് സംഭാവന തരാൻ തയ്യാറായി. ആ സംഭാവന മുഴുവൻ മുടക്കിയ ഒരു സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാർ. ഒരു രാജ്യം നമുക്ക് സഹായം തന്നപ്പോൾ അവരോട് പറഞ്ഞേ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല, ധിക്കാരം. അതുകൊണ്ട് രക്ഷിട്ടത് എന്താ? കേന്ദ്ര സർക്കാർ മറ്റ് തരാനുള്ള ആ സാഹചര്യത്തിൽ പോലും ഈ കേരളം ഈ നിലയിൽ നിലനിന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു സാഹചര്യത്തിലും ഈ കേരളം ഈ നിലയിൽ നിലനിന്നിട്ടെങ്കിൽ അത് ജനങ്ങൾ കാണണം. കാണാതിരുന്നാൽ നഷ്ടം ജനങ്ങൾക്കാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലും തൃശ്ശൂരിൽ നിന്നും ഒരു MP NDA സർക്കാരിന് ഉണ്ടായി. നമുക്ക് കൃത്യമായിട്ട് അറിയില്ലേ കോൺഗ്രസിന്റെ എത്ര വോട്ടാ കുറഞ്ഞത്? 1,00,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞതാണ് 80,000-ഓളം വോട്ട് BJP ജയിക്കാൻ കാരണമായത്. ആ സാഹചര്യത്തിലും LDFന്റെ വോട്ട് ഇവിടെ കൂടുക ചെയ്തത്. ഈ UDF പറയുന്നത് പൂരവുമായി പൂരം കലക്കിയ ഒരു പ്രശ്നവും അവിടെ നിലയിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ രാജ്യത്തും ഈ നമ്മൾ കാണുന്നത് എന്തൊക്കെ വീണ് കിട്ടോ അതൊക്കെ എങ്ങനെ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ഉപയോഗിക്കാം. ഈ പൂരം കലക്കിയ ഒരു വിഷയം സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായി എന്നാണ് UDF പറയുന്നത്. അതിലൊന്നും വലിയ കാര്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ജനങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജനങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അത് നമ്മൾ ഏറ്റവും താഴെക്കടയിലുള്ള ജനവിഭാഗമാവട്ടെ, ഒരു ഇടത്തരം ജനവിഭാഗമാവട്ടെ, ഇവർക്ക് അത്യാവശ്യം ധാരണ ഉണ്ട്. ഒരു പ്രൊപ്പഗൻഡയിലൊന്നും വീഴുന്ന ജനമല്ല കേരളത്തിലെ ശരിക്കും. എന്നാൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ജനം ഇത് കണ്ടില്ലെങ്കിൽ നാളെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അതിന്റെ ഉദാഹരണം ഇപ്പൊ കണ്ണിന്റെ മുമ്പിലുള്ളതാണ്. കോൺഗ്രസ് കട്ടത് ആരുടെ പോക്കറ്റിൽ നിന്നാണ്? മഹാദുരന്തം നടന്ന സമയത്ത് പറഞ്ഞു, ഏത് വെള്ളപ്പൊക്കം നടന്ന 1000 വീട് വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വന്ന അടുത്ത പ്രസിഡന്റ് എന്താ പറഞ്ഞ് 500 അപ്പളേ പോയി ഒറ്റ വാക്കിൽ 500 വെച്ച് കൊടുക്കുള്ളൂ. ഒരു വീട് വെച്ച് കൊടുത്തവര്, ഒരു വീട്.
പിരിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തൊക്കെ പൈസ കോൺഗ്രസ്. ഇപ്പൊ ഒരു അധികാരത്തിൽ വരുന്നിട്ട് എന്തിനാ വരുന്നത്? ഞാൻ കക്കണോ നീ കക്കണോ നോക്കാനാ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ആ അധികാരത്തിൽ വരാൻ MLA സീറ്റിന് വരെ കാശ് മേടിച്ച് പോക്കറ്റിലിട്ടിട്ടാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഈ അവസ്ഥയൊക്കെ ജനങ്ങൾക്ക് കാണാൻ കഴിയണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ വ്യക്തം. താങ്ക് യു ചേട്ടാ. ചേട്ടാ നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരി ആര് വിജയിക്കും? സേവിയർ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും? ആര് വിജയിക്കും ഇത്തവണ? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും ഇത്തവണ? പ്രവചനാതീതാണ്. ഓക്കെ താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തില് ഇത്തവണ ആര് വിജയിക്കും? കേരളം ആര് ഭരിക്കും? ഉറപ്പില്ല. ടൈറ്റ് മത്സരമാണ്. ഓക്കെ താങ്ക് യു. ഹായ് നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവിയറേട്ടൻ വിജയിക്കും. ഒരു ഭരണ തുടർച്ച ഉണ്ടാവും ഇത്തവണ കേരളത്തില്? അങ്ങനെയാണ് എല്ലാവരും പറയണത്. ഓക്കെ താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആരെ ജയിക്കുക തെരഞ്ഞെടുപ്പില് അറിയോ? ആരാന്നറിയില്ല. 5 സ്ഥാനാർത്ഥികളുണ്ട്. സേവിയർ ചിറ്റലപ്പള്ളി, PN വൈശാഖ്, അതുപോലെ ഉല്ലാസ് ബാബു. അറിയില്ല. ഓക്കെ ശരി. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ Gold & Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ.